ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ അയക്കുന്ന കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. മാക്സിമം ഞാനതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ നിന്ന് ഗൈഡൻസ് എടുക്കുന്നതും ഞാൻ എൻ്റെ വീഡിയോ കാണുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റേതായ ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അത് അത്രയും വിശ്വാസത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഒരു 99 അല്ലെങ്കിൽ 100% ഒന്നും എന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങളുടെ അത് എന്നിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. പിന്നെ ഇന്നൊരു നിങ്ങൾ എണീക്കുന്ന സമയത്തായിരിക്കാം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് വരണം. ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ ആദ്യം ഈ കാർഡ് കണ്ടുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഇതിപ്പോൾ ഫസ്റ്റ് തോട്ട് അതായിരിക്കും ചിലപ്പോൾ. കാരണം കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവിലോട്ടാണ് എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും നിങ്ങളെ പാസ്റ്റിൽ എന്തെങ്കിലും ഉപദ്രവിച്ച ആൾക്കാരുടെയോ നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരുടെയോ ചിന്തകളിലായിരിക്കണം ഇന്ന് നിങ്ങൾ ഉണരുന്നത് എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയിൽ എണീക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ദിവസം എന്തായിരിക്കും, എന്തോ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അത് നടക്കുമോ നടക്കൂലേ എന്നൊക്കെ നിങ്ങൾ ഒരു കൺഫ്യൂഷനിൽ എണീക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പോലെ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തിയോട് ആ ഓർമ്മകളിൽ നിങ്ങൾ എണീക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ വ്യക്തിക്ക് ഫോർഗീവ്നെസ് കൊടുത്തിട്ടില്ല. ഫോർഗീവ്നെസ് പൂർണ്ണമായും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഫോർഗീവ്നെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഈ മോശം ചിന്തകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അപ്പോൾ പൂർണ്ണമായും ഫോർഗീവ്നെസ് കൊടുക്കണം എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയോട് എനിക്കൊരു വൈരാഗ്യവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല എന്നൊക്കെയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പെയിനാണ് മാറ്റേണ്ടത്. അപ്പോൾ എന്നാലും എന്നോടത് ചെയ്തല്ലോ, ചിലപ്പോൾ ഏറ്റവും വിശ്വസിച്ചതായിരിക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നാലും എന്നോടത് ചെയ്തല്ലോ. അപ്പം ആ ഒരു എന്നാലും എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയാണ് സൂചിപ്പിക്കുന്നത്. എന്നാലും അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫോർഗീവ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പം തന്നിട്ടുള്ള ആ ഒരു സന്തോഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്ന് എനിക്ക് സന്തോഷത്തോടെ എണീക്കാൻ പറ്റിയതിൽ, അല്ലെങ്കിൽ ഉറങ്ങി എണീക്കാൻ പറ്റിയതിൽ നന്ദി, എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ നന്ദി, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മളൊരു ദിവസം തുടങ്ങാനെന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും നന്ദി പറയുക. നമ്മളെ ഇതുവരെ നമ്മളെ സഹായിക്കുകയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങത് നമ്മൾ ആ ഒരു ഫീൽ ചെയ്യണം. നമ്മളൊരിക്കലും ഒരു താങ്ക് യു പറയുന്നതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ നിന്നും അത് വരണം. നമുക്ക് ഒരാൾ നമ്മളോട് താങ്ക് യു പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകണം അത് ഒരുപാട് ഹൃദയത്തിൽ നിന്നുമാണ് അത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഒരു നന്ദി വരണം. എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി ഭഗവാനെ, നന്ദി എന്ന് നമ്മൾ ഉള്ളിൽ നിന്നും ആ ഒരു കാര്യം വന്നു കഴിയുമ്പം നിങ്ങൾക്ക്
ഒരുപാട് നന്ദി പറയാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ ദൈവം കൊണ്ട് തരും എന്നുള്ളതാണ്. നമ്മൾ ഈ പരാതി പറഞ്ഞുകൊണ്ട് എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ പരാതി പറയാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം അത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ അത് തിരിച്ചു വിടേണ്ടത് എങ്ങനെയായിരിക്കണം? ഈ ഒരു കാര്യം സംഭവിച്ചത്, അതിനപ്പുറം എനിക്ക് അതിൽ ഒരു ഹിഡൻ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാര്യം ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം വന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ പറ്റിയത്, അല്ലെങ്കിൽ ആ ഒരാളുടെ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എല്ലാത്തിനും നന്ദി. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ ദിവസം തുടങ്ങുക. അതൊരു വലിയ നന്മയാണ്. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്താൽ. ബാലൻസാണ്. അതിൽ ചില കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. തെറ്റോ ശരിയോ ആകട്ടെ, ഇപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി, അത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ കുട്ടികളാകാം, നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഒക്കെ ആകാം. പക്ഷേ നമ്മളത് ചില കാര്യങ്ങളിൽ തെറ്റ് ചെയ്യാതെയും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഭാഗത്താണ് ശരി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കാതിരിക്കുക. ഇപ്പം നമ്മളുടെ ഈ ശരിയും തെറ്റുമൊക്കെ ആപേക്ഷികമാണ്. ഒരിക്കലും അത് സ്ഥായിയായിട്ടുള്ളതല്ല ഒരു കാര്യമല്ല ശരി തെറ്റുകൾ. സത്യം മാത്രമാണ് ശരിക്കും സ്ഥായിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ സത്യം മനസ്സിലാക്കും, ഞാൻ സത്യമാണെങ്കിൽ ആ സത്യം ജയിക്കും. പക്ഷേ ഈ ഒരു സമയം എനിക്ക് കോംപ്രമൈസ് ചെയ്യണം. കാരണം നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് നന്നായിട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള കോംപ്രമൈസുകൾ നമ്മുടെ ലൈഫിൽ വരും. അത് ഹസ്ബൻഡിനോട് വേണം, വൈഫിനോട് വേണം, കുട്ടികളോട് വേണം, എല്ലാവരോടും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പലപ്പോഴും നമ്മളുടെ സഹപ്രവർത്തകരോടോ ഒക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരിക്കലും നമ്മൾ മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ടല്ല നമ്മൾ കോംപ്രമൈസ് ചെയ്യണത്. പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ ആകണമെങ്കിൽ നമ്മളുടെ ഒരു ആക്ഷൻ കൊണ്ട് ആ ഒരു കാര്യം എൻ്റെ ആയി പോകണമെങ്കിൽ പൊക്കോട്ടെ. ആ ഒരു നന്മ അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ, ഇത് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വ്യക്തിക്ക് ഒരിക്കലും അത് പറ്റൂല. അപ്പം എനിക്ക് പറ്റും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പറ്റുന്നത് അതൊക്കെ നമ്മളുടെ നന്മയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു തോൽവിയല്ല സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ശരിക്കും ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിൽ ആ ഒരു കോംപ്രമൈസ് നിങ്ങൾക്ക് ഇപ്പം ഒരു ദോഷമാണെന്നൊക്കെ തോന്നി, എപ്പോഴും താണു കൊടുക്കണതാണ് എന്നൊക്കെ തോന്നിയാലും പിന്നീട് ദൈവം അത് നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട് കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം ഇതിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് മാത്രമേ പ്രൊട്ടക്ഷൻ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എംബ്രസിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം കിട്ടുന്നൊരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തത് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറയാനായിരിക്കില്ല പോണത്. നിങ്ങളുടെ ആ ഒരു ആക്ഷൻ കൊണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ പോയല്ലോ എന്നേ മറ്റുള്ളവർ പറയുള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവരുടെ കോംപ്ലിമെൻറ്റിന് പാത്രമാകും എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു സക്സസ്സിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഈ എംപ്രസ് എനർജി. മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ധാരാളമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത്. അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റിയാണ്. ഇതുകൊണ്ട് നമ്മൾ ഒരു കർമ്മം ചിലപ്പോൾ ചെയ്യുമ്പോൾ, ഒരു വിട്ടുവീഴ്ച നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സൈഡിൽ അതൊരു നന്മയായിട്ടായിരിക്കും സംഭവിക്കുന്നത്. വേറൊരു സൈഡിൽ നമ്മളുടെ ആ ഒരു കർമ്മ ബാലൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പാസ്റ്റിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ഈ സമയം കിട്ടും എന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, നല്ലതായിരിക്കട്ടെ. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ശരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ വളരെ ശരിക്കും നിങ്ങൾക്ക് വേണ്ട പോലത്തെ ഒരു ഇത് ഇന്നത്തെ ദിവസം കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെൻറ്റ്സ് ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുമെന്നാണ്. അതിൽ കൂടുതൽ എഫേർട്ട് എടുക്കും. നിങ്ങളുടെ കരിയറിൽ ഇന്നത്തെ ദിവസം
നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനും പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം മറ്റൊരാളോട് സംസാരിച്ച് നിങ്ങളത് മനസ്സിലാക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്ന് തുടങ്ങി വെക്കും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു മണി ഫ്ലോ ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളുടെ പാസ്റ്റിലുള്ള ആക്ഷനുള്ള ഫലമാണ് ഈ പൈസ എന്നാണ് കാണുന്നത്. ഇന്ന് ചിലപ്പോൾ നിങ്ങളൊരു കോളേജിൽ ഇന്ന് ചേരുന്ന ഒരു ദിവസമായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടോ ഒരു സെമിനാറിനൊക്കെ പോകുന്ന ഒരു ദിവസമായിരിക്കാം. എന്തായാലും ഒരു കോളേജ് കാണുന്നുണ്ട് ഇവിടെ. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസിൽ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ആ ഒരു ആവശ്യത്തിന് പോകണമായിരിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. വളരെ പ്രതീക്ഷയോടെ നിങ്ങളത് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളൊരു പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ബാലൻസാണ് ഇതും. മറ്റുള്ളവരുടെ ഐഡിയ നിങ്ങളുമായിട്ട് ചേർന്ന് ഒരു കൊളാബൊക്കെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ബിസിനസ് ചെയ്തെന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലോപ്പ് ആയിപ്പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ബിസിനസ് ഐഡിയ ഒക്കെ പഠിച്ച് അതിൽ ചേർക്കുന്നു എന്നുള്ളത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ വേണ്ടുന്ന സ്ഥലത്ത് നിന്നും ഗൈഡൻസ് എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തു നിന്ന് ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സെൽഫ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന് കൺട്രോൾ ചെയ്ത് ജീവിതം ബാലൻസ്ഡ് ആക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് ധാരാളം സന്തോഷം നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. മനസ്സ് കൂളാക്കി വെക്കാൻ പറ്റും. നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസൊക്കെ ആ വരുന്ന സമയം തന്നെ മാറ്റിക്കളയുക. ഓർക്കുക, നമുക്കൊരു ചിന്ത വരുമ്പോൾ ഓർക്കുക, ഇതെനിക്ക് വേണ്ടതാണോ, ഇതുകൊണ്ട് ഈ ഒരു ചിന്ത കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് മാത്രം ഓർത്താൽ മതി. അത് പൊക്കോളും. അതിനെ ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടിച്ച് ഓടിക്കുകയും വേണ്ട. ഈ ഒരു കാര്യം എനിക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഉണ്ടോ, ഈ നിമിഷം എനിക്കുണ്ടോ എന്ന് നിങ്ങളത് ചിന്തിക്കുക. എന്നിട്ട് അതിനൊന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീൽ ഓഫ് ഫോർച്യൂൺ ആണത്. നിങ്ങളുടെ ചില കാര്യങ്ങൾ ഡിലേ ആയി കിടന്ന കാര്യങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഡിലേ ആയി കിടന്ന കാര്യങ്ങൾ ഓർത്തായിരിക്കും നിങ്ങൾ ഇന്ന് വിഷമിക്കുന്നത്. എനിക്ക് അതൊന്ന് നടക്കുമോ, ആ ലോൺ ഇന്ന് പാസ്സാവോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ, മറ്റുള്ളവരെന്നെ ഹെൽപ്പ് ചെയ്യുമോ, അത് സപ്പോർട്ട് ചെയ്യുമോ, ആ ഓരോ ഓഫീസിൽ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിലേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്ക് ഉണ്ടായിരിക്കും, ഭാഗ്യം ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ച്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നൊരു എനർജിയാണ്. ഇന്ന് ട്രാവൽ ചെയ്യുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരും ചിലപ്പോൾ ഓഫീസ് ആവശ്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കാം. നിങ്ങളിന്നൊരു ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ട്രാവൽ ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും. ഈ ആദ്യം നിങ്ങൾ രാവിലെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് പെട്ടെന്ന് തന്നെ മാറി മറിയുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എന്താണോ സ്റ്റാർട്ട് ചെയ്തത്, ആ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് അത് ഫിനിഷ് ചെയ്യും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയതൊക്കെ പകുതി വെച്ച് മാറ്റി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാരെങ്ങനെയാണ്, എല്ലാത്തിലും തുടങ്ങും പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ അതിലേക്ക് പോകില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ ചിലപ്പം അതൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണോ പാസ്റ്റിൽ തുടങ്ങി വെച്ചത് ആ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് നിങ്ങളത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു
അങ്ങനത്തെ ചിന്തകൾ ഇന്ന് വരും. അങ്ങനെ ഫിനിഷ് ചെയ്യാനുള്ളൊരു തീരുമാനം ഇന്ന് എടുക്കും എന്നാണ് കാണുന്നത്. ഇന്ന് എന്ത് കാര്യവും നിങ്ങൾ തുടങ്ങുന്നത് തീർക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ ഹ്യൂമറസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മളുടെ കൂടെയുള്ളവരെയോ അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെയോ ആരെയും തന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ജഡ്ജിങ് എന്ന് പറയുന്നത് വലിയൊരു കർമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാര്യമാണ്. ആരെയും നമ്മൾ നമ്മളുടെ കാര്യം നോക്കാൻ ശ്രമിക്കുക. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആരെയും പ്രത്യേകിച്ച് ഒന്നും പറയാതിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നതിലൂടെ അവരുടെ കർമ്മ റിലീസ് ചെയ്യും, നമ്മളിലേക്ക് ആ കർമ്മഭാരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ ഒന്നും ചെയ്യാതെ കർമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാരാണ്. വേറെ ഒന്നും ഒരാളിനും ദ്രോഹം ചെയ്യൂല, പക്ഷേ ജഡ്ജ് ചെയ്ത് കർമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ബാഡ് ഹാബിറ്റാണെന്ന് അറിയാതെ ചെയ്യുന്നതായിരിക്കാം. അവർ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല, പക്ഷേ കമൻറ്റ് പറയും. അങ്ങനെ ജഡ്ജ് ചെയ്ത് കമൻറ്റ് പറയാതിരിക്കുക. ഇന്നത്തെ ദിവസം വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി, ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.